നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വിമർശനവുമായി പി ദിവ്യ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ്. അതായത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP, VT ബൽറാം അടക്കമുള്ളവരുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന രീതിയിൽ പി ദിവ്യ വിമർശനം അല്ലെങ്കിൽ ഒരു പരിഹാസം ഉന്നയിച്ചിരിക്കുന്നത്, പ്രതികരിച്ചിരിക്കുന്നത്. കമൻറ്റുകൾ നോക്കാം. പി ദിവ്യ വിമർശിക്കുകയാണ്. ഇത്തരത്തിലൊരു ഫോട്ടോ വച്ച് പ്രതികരിച്ചിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ കാലത്തെയാണ് എന്നതടക്കമുള്ള ഒരു വിമർശനമാണ് കമൻറ്റുകളിൽ നിറയുന്നത്. കൊലപാതകമാണ് ഏറ്റവും വലിയ തെറ്റ്. അതിനനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകില്ല ആരും. ഗൃഹനാഥൻ നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ കണ്ണീര് എന്ന് കാണും, ദൈവം കാണാതെ പോകില്ല എന്ന് മറ്റൊരാൾ കമൻറ്റിൽ കുറിച്ചിരിക്കുന്നു. മാത്രമല്ല, ഒരു പാവപ്പെട്ടവനെ കൊലയ്ക്ക് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ ഇല്ലാതാക്കി ഒരു കുടുംബം വഴിയാധാരമാക്കി നടക്കുന്നുണ്ടല്ലോ, അതിനുള്ള പലിശ സഹിതം അനുഭവിച്ചിട്ടേ പോകൂ എന്നതടക്കമുള്ള കമൻറ്റുകളും വിമർശനമായി പി ദിവ്യയ്ക്ക് ആ കമൻറ്റ് ബോക്സിൽ നിറയുന്നുണ്ട്. കൊലയാളി പോസ്റ്റിട്ട് രസിക്കുന്നു എന്നതടക്കമുള്ള വിമർശനമാണ് പി ദിവ്യയ്ക്ക് ഇത്തരത്തിൽ അതായത് ഒരു മനുഷ്യനെ കൊന്ന നിനക്ക് ഇത് പറയാൻ എന്ത് യോഗ്യത എന്നതടക്കമുള്ള ചോദ്യങ്ങളും കമൻറ്റ് ബോക്സിൽ നിറയുന്നുണ്ട് ഈ ഒരു വിമർശന പോസ്റ്റിന്. നമുക്ക് മന്ത്രി V ശിവൻകുട്ടിയുടെ വിമർശനം കൂടി നോക്കാം. അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നിരവധി വിമർശനം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. V ശിവൻകുട്ടി പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്രകാരമാണ്: രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് അവസാനിപ്പിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത സംഭവം അതീവ ഗൗരവതരമാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരാളിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ബലാത്സംഗം, ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ, സാമ്പത്തിക ചൂഷണം എന്നിവയൊന്നും സാധാരണ കുറ്റകൃത്യങ്ങളായി കാണാൻ കഴിയില്ല. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് രാഹുലിനെതിരെ ഇത് മൂന്നാമത്തെ കേസാണ് എന്നാണ്. ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ തുടർച്ചയായി ക്രിമിനൽ കേസുകൾ, പ്രത്യേകിച്ച് സ്ത്രീ പീഡന കേസുകൾ ഉൾപ്പെടുന്നത് ജനാധിപത്യ സംവിധാനത്തിന് തന്നെ അപമാനമാണ്. പാലക്കാട് ഫ്ലാറ്റ് വാങ്ങി തരണമെന്ന് ആവശ്യപ്പെട്ട് സാമ്പത്തിക ചൂഷണം നടത്തിയെന്ന ആരോപണവും നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ക്രൂരമായ കുറ്റകൃത്യത്തെ രാഷ്ട്രീയമായി ന്യായീകരിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറുണ്ടോ? അതോ കുറ്റാരോപിതനെ സംരക്ഷിക്കുന്ന പതിവ് രീതിയാണോ ഇവിടെയും സ്വീകരിക്കുന്നത്? രാഹുൽ രാജിവെക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് രാഹുലിന്റെ കുറ്റകൃത്യത്തിനുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയായി തന്നെ ജനങ്ങൾക്ക് കണക്കാക്കി വരും. MLA-ക്ക് ഒളിഞ്ഞും തെളിഞ്ഞും സഹായം നൽകുന്നതിലൂടെ ആ പാർട്ടി എത്രത്തോളം മതം പതിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. അതിജീവിതയുടെ പരാതിയിൽ നീതി ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പോലീസ് സ്വതന്ത്രമായ അന്വേഷണം നടത്തും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി അന്തിമ തീരുമാനമെടുക്കട്ടെ. പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാരിന്റെ കാലയളവിൽ കുറ്റാരോപിതർ എത്ര ഉന്നതരായാലും മുഖം നോക്കാതെ പോലീസ് നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. കഴിഞ്ഞ കാലയളവിൽ അറസ്റ്റിലായ പ്രമുഖ പദവികളിൽ ഉള്ളവരെ നോക്കൂ. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ, നടൻ ദിലീപ്, തന്ത്രി കണ്ഠർ രാജീവർ, മുൻ MLA PC ജോർജ്, മഞ്ചേശ്വരം മുൻ MLA MC ഗമറുദ്ദീൻ, മോൺസൺ മാവുങ്കൽ, രാഹുൽ ഈശ്വർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. വേട്ടക്കാരനൊപ്പമല്ല ഇരയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് V ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുമ്പോൾ കമൻറ്റുകളിൽ അത് തന്നെയാണ് ജനം പറയുന്നത്. ജയിലിൽ കിട്ടുന്ന സ്വർണ്ണക്കൊള്ളക്കാർ ഇപ്പോഴും പാർട്ടി നേതാക്കളാണ് സഖാവേ എന്നതടക്കമുള്ള, മാത്രമല്ല എപ്പോഴും CPM നേരിടുന്ന ഒരു വിമർശനമാണ് എന്തുകൊണ്ട് പത്മകുമാറിനെ പുറത്താക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണം നേരിട്ട് അവർക്കെതിരെ എന്തുകൊണ്ട് ഒരു നടപടി എടുക്കുന്നില്ല എന്ന ആരോപണം ശക്തമാണ്. ആ ഒരു ആരോപണങ്ങൾ നീട്ടി തന്നെയാണ് ഇതിനെ എതിർക്കുന്നത്. അതേസമയം V ശിവൻകുട്ടി പറഞ്ഞ മറ്റൊരു കാര്യം, രാഹുൽ ഇപ്പോഴും കോൺഗ്രസ് പിന്തുണയുണ്ട് എന്നൊരു കുറ്റപ്പെടുത്തൽ V ശിവൻകുട്ടി നടത്തി. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും രാഹുലിനെതിരെ ഡസൻ കണക്കിന് പരാതികൾ വരുന്നുണ്ടെന്നും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. രാഹുൽ ചെയ്തത് നിഷ്ഠൂരമായ കാര്യമാണ്. ഇനിയെങ്കിലും MLA സ്ഥാനം മറയായി ഉപയോഗിക്കാതിരിക്കാൻ കോൺഗ്രസ് നടപടി സ്വീകരിക്കണം. കോൺഗ്രസ് തന്നെയാണ് ഉത്തരവാദിത്വം ഏൽക്കേണ്ടതെന്നും സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം രാഹുൽ സ്വയം MLA സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു K മുരളീധരൻ പ്രതികരിച്ചത്. രാഹുലിനെതിരെ നടപടി എടുക്കേണ്ട സമയത്ത് എടുത്തിട്ടുണ്ട്. പുറത്താക്കിയ ആളെക്കുറിച്ച് ഇനി കൂടുതൽ പറയാനില്ല. രാഹുൽ പാർട്ടിക്ക് പുറത്താണെന്നും ഞങ്ങളുടെ നിയന്ത്രണത്തിനല്ല എന്നും പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പനും പ്രതികരിച്ചു. രാജിവെക്കണോ വേണ്ടിയെന്ന് അയാളാണ് തീരുമാനിക്കേണ്ടതെന്നും തങ്കപ്പൻ പറഞ്ഞു. അതേസമയം ഷാഫി പറമ്പിൽ MPക്കെതിരെയും വിമർശനങ്ങൾ ഉയരുകയാണ്. രാഹുൽ അറസ്റ്റിലായ സാഹചര്യത്തിൽ എന്താണ് വിമർശനം എന്ന് നോക്കാം.
ഡോക്ടർ പി സരിൻ ഷാഫി പറമ്പിലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. മറ്റൊരു നേതാവും രംഗത്ത് വന്നിരിക്കുന്നു. ആദ്യം പി സരിനിലേക്ക് പോകാം. ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഷാഫി പറമ്പിൽ എംപിയെ ഉന്നം വെച്ച് സരിൻ നടത്തിയ പ്രസ്താവനകളാണ് ശ്രദ്ധേയമാവുന്നത്. രാഹുലിനെതിരായ പരാതിയിൽ യുവതി വടകരയിലെ ഒരു ഫ്ലാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടെന്നും അവിടേക്ക് ചെല്ലാനും രാഹുൽ ആവശ്യപ്പെട്ടതായാണ് പരാതിയിൽ പറയുന്നത്. എന്നാൽ രാഹുലിന് വടകരയിൽ ഫ്ലാറ്റ് ഉള്ളതായി ആർക്കെങ്കിലും അറിവുണ്ടോ എന്ന ചോദ്യമാണ് സരിൻ ചോദിക്കുന്നത്. സ്ഥലം എം പിയായ ഷാഫി പറമ്പിലിനോട് ആരെങ്കിലും അറിയിച്ചാൽ മതി എന്നാണ് സരിൻ ഷാഫിയെ ഉന്നമിട്ട് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ മറുപടി ഇല്ല എങ്കിൽ പിന്നെ ചോദിക്കാൻ വരുന്നത് കേരള പോലീസ് ആയിരിക്കുമെന്നും സരിൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വി കെ സനോജും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും ഷാഫി പറമ്പിൽ എം പിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിലെ ക്രൈം സിൻഡിക്കേറ്റിലെ രണ്ടാമനാണ് ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്നതെന്ന് വി കെ സനോജിന്റെ വിമർശനം. സിൻഡിക്കേറ്റിലെ ഒന്നാമനും ഇതേ വഴിയിൽ തന്നെ തുറന്നു കാട്ടപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നും ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ട് വി കെ സനോജ് പറഞ്ഞു. അതിജീവിതയെ വടകരയിലെ ഫ്ളാറ്റിൽ ക്ഷണിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. വടകരയിൽ ആർക്കാണ് ഫ്ളാറ്റ് ഉള്ളത്? രാഹുലിന്റെ ഫ്ളാറ്റ് പാലക്കാടല്ലേ? ഇത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും സനോജ് പറഞ്ഞു. വയനാട്ടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ എന്ന പേരിലും ഈ ഇരപിടിയൻ പെൺകുട്ടികളെ സമീപിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വയനാടിന്റെ ദുരന്ത ഭൂമിയിലെത്തിയത് അവിടെ എന്തെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടല്ല. തൻ്റെ ഇത്തരം ചെയ്തികൾക്കുള്ള പണം സമാഹരിക്കാനുള്ള അവസരമായി രാഹുൽ ആ വയനാട് ദുരന്തത്തെ കണ്ടുവെന്നും വി കെ സനോജിന്റെ രൂക്ഷ വിമർശനം. പെൺകുട്ടികളെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോവുക, അവിടെ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുക, ഗർഭചിത്രം നടത്തുക, എന്നിട്ട് ഇതിൻ്റെയൊക്കെ പണം പല ദുരന്ത നിവാരണ ഫണ്ടുകളിൽ നിന്ന് എടുക്കുക, എന്ത് നെറികേടാണ് ഇവർ കാണിക്കുന്നതെന്നും വി കെ സനോജ് ചോദിച്ചു. ഇവർ ചെയ്യുന്ന നെറികേടിനെല്ലാം കോൺഗ്രസ് നേതൃത്വം കൂട്ടുനിൽക്കുകയാണ്. തനിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് മോശം പരാമർശങ്ങൾ നേരിടേണ്ടി വന്നതായി ഒരു കോൺഗ്രസ് പ്രവർത്തക ഷാഫിയോട് പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാ അർത്ഥത്തിലും ഷാഫി രാഹുലിനെ പിന്തുണച്ചു. 30 സെക്കൻഡ് കൊണ്ട് 300 വീടുകൾ നിർമ്മിച്ച് നൽകിയ പ്രതിപക്ഷ നേതാവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അതിൽ നിന്നൊരു 10 സെക്കൻഡ് മാറ്റിവെച്ച് രാഹുലിനെയും മറ്റും ഇത്തരം ചെയ്തികൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണമായിരുന്നു. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പിന്തുണ നൽകുന്ന കോൺഗ്രസിനെ ക്രൈം സിൻഡിക്കേറ്റിനെ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാരഥന്മാരായ ആളുകൾ നയിച്ചിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടി എന്ന് ഭരിക്കുന്നത് ബലാത്സംഗ വീരന്മാരാണെന്നും വി കെ സനോജ് വിമർശിച്ചു. ഷാഫിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഷാഫി രാഹുൽ തമ്മിലുള്ള കൂട്ടുകെട്ട്, അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്തുണയൊക്കെ നമുക്കറിയാവുന്നതാണ്. രാഹുൽ ഈ ഒരു ബലാത്സംഗ കേസിലും മറ്റ് ആരോപണങ്ങളൊക്കെ അകപ്പെട്ടപ്പോൾ ഏവരും ആദ്യം നോക്കുന്നത് ഷാഫിയുടെ പ്രതികരണം എന്താണെന്നാണ്. പക്ഷേ ഈ ഒരു ആരോപണങ്ങൾ വരുന്നു, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നീട് ഈ ചോദ്യങ്ങൾക്കെല്ലാം രാഹുൽ ഇപ്പോൾ പാർട്ടിയിലില്ല, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നടക്കമുള്ള ഒരു മറുപടിയാണ് ഷാഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അതിരൂക്ഷ വിമർശനം എ കെ ഷാനിബ്, അതുപോലെ തന്നെ വി കെ സനോജ്, സരിൻ അടക്കമുള്ളവർ ഷാഫിക്കെതിരെയും ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.